നാവ് ഒരു തീ തന്നെ. അതെത്ര ഭയങ്കരം! നാവ് ദേഹത്തെ മുഴുവൻ മലിനമാക്കുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യനോട് മെരുങ്ങുന്നു, മെരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം. അതിനാൽ നാം ദൈവത്തെ സ്തുതിക്കുന്നു, മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. പേർഷ്യക്കാരുടെ ഒരു പഴമൊഴിയാണ്, നീണ്ട നാവ് വേഗത്തിലുള്ള മരണം വിളിച്ചു വരുത്തും. കാൽ വഴുതിയാലും നാവ് വഴുതാൻ അനുവദിക്കരുത് എന്ന് യഹൂദ പഴമൊഴിയിൽ പറയുന്നു. നിന്റെ നാവ് നിന്റെ തല ഛേദിക്കാൻ ഇടയാകരുത് എന്നൊരു പഴമൊഴിയുമുണ്ട്. നാവിനെ സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതിവേഗത്തിൽ ഒന്നും പറയരുത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരായിരിക്കണം. വാക്കുകളുടെ പെരുപ്പത്താൽ വഴക്കുണ്ടാകും. നമ്മുടെ വാക്കുകൾ നമ്മുടെ ദേഹത്തിന് രോഗകാരണമായി തീരരുത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതും ഒപ്പം ആത്മീക വർധനവിനായി തീരേണ്ടതിന് കൃപയോട് കൂടിയതും ആയിരിക്കണം. ബൈബിൾ പറയുന്നു, ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിടുന്നു. നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. നാവ് തീക്ക് സമാനമെന്നും പറയുന്നു. ആകയാൽ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക.